ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോബിനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കിളികൾക്ക് വേണ്ടിയിട്ട് രണ്ട് കൂടാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു വലിയ ടൈപ്പ് കേജും ഒരു ചെറിയ ടൈപ്പ് കേജും. അതിൽ വലിയ ടൈപ്പ് കേജ് നമുക്ക് അത്യാവശ്യം 90 വരെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കേജ്. ചെറിയ ടൈപ്പ് കേജ് ഫിഞ്ചസിനൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്തുള്ള അതായത് ലവ് ബേർഡ്സ് മുതൽ 90 വരെയുള്ള പക്ഷികളെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ടൈപ്പ് കേജ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏത് ടൈപ്പ് പക്ഷികളെ വേണമെങ്കിലും ഇടാൻ പറ്റും. കാര്യം അത്യാവശ്യം നല്ല ഗ്രില്ലിനും നല്ല കട്ടിയുള്ള ഗ്രില്ലാണ്. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള മെഷും നല്ല കട്ടിയുള്ള മെഷാണ് എടുത്തിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി സാധാരണ എല്ലാവരും വാൾഫേനിന് നമ്മൾ ഗ്രില്ല് വയ്ക്കാറില്ല. ചില ആൾക്കാർ വാൾഫേൻ്റെ ഗ്രില്ല് ഊരി മാറ്റിക്കും. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഗ്രില്ലാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വാൾഫേൻ്റെ തന്നെ പുറം സൈഡിലുള്ള ഒരു ഗ്രില്ലും അകം സൈഡിലെ ഒരു ഗ്രില്ലും, അങ്ങനെ രണ്ട് ഗ്രില്ലാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യത്തെ വലിയ കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത നമ്മൾ ചെറിയ കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴയ ഒരു ടേബിൾ ഫാനിൻ്റെ പുറത്തെ ഒരു ഗ്രില്ലും അകത്തെ ഒരു ഗ്രില്ലും, അങ്ങനെ രണ്ട് ഗ്രില്ലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഗ്രില്ലിൻ്റെ തന്നെ ഒരു പോർഷനിൽ ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ഈ ഹോള് നമുക്ക് അടയ്ക്കണം. ഈ ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂഫിംഗ് ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്ത്, ഇത് നമ്മളൊരു റൂഫിംഗ് ഷീറ്റിൻ്റെ ഒരു പീസാണ്. ഇപ്പം ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഈ ഷേപ്പിൽ റൗണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത പീസ് നമ്മൾ ഇവിടെ വെച്ച് ബോൾട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പോർഷൻ കറക്റ്റായിട്ട് അടഞ്ഞു കിട്ടും. അപ്പം ഇത് നമുക്ക് ഈ കേജിനെ ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക് ടൈ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലും കിട്ടും. ഒരു 60-70 പൈസയൊക്കെയാണ് ഇതിന് വില വരുന്നത്. പ്ലാസ്റ്റിക് ടൈ എന്നും പ്ലാസ്റ്റിക് ടാഗ് എന്നൊക്കെ പറയും. സാധാരണ ഇലക്ട്രിക്കൽ ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. വയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, വയറൊക്കെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ കേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എടുക്കാൻ പറ്റും. അപ്പം മൊത്തവും നമ്മൾ ഈ ഒരു ടൈ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. കാര്യം പക്ഷികൾ ഇതിനെ കടിച്ച് പൊട്ടിക്കാൻ ചെല്ലുന്നത്. നമുക്കിതിനൊന്ന് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇത് നമ്മൾ എടുക്കും. ബാക്കി ഇതിനെ ഫുള്ള് വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കെട്ടിയാനൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് വൈൻഡിങ് വയർ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈൻഡിങ് വയർ എടുത്തിട്ടുള്ളത്. വലിയ കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 മീറ്റർ നീളവും 3 അടി വീതിയുമുള്ള നല്ല കട്ടിയുള്ള 12 ഗേജിൻ്റെ മെഷാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ ചെറിയ കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 അടി വീതിയും 1.25 മീറ്റർ നീളമുള്ള കട്ടിയുള്ള നല്ല കട്ടിയുള്ള മെഷാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫിഞ്ചസ്, കോക്ടെയിൽ, ലവ് ബേർഡ്സ് അങ്ങനെയുള്ള ചെറിയ ടൈപ്പ് ബേർഡ്സുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് മെഷിൽ കേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേജ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ വലയിലോട്ട് നമ്മളെ ഗ്രില്ലിനെ പിടിപ്പിക്കണം. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഈ 2 പോർഷൻ വരെ നമ്മൾ ഇപ്പോഴും കെട്ടണുള്ളൂ. അടുത്ത ഒരു ഗ്രില്ലൂടെ അവിടെ സെറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പീസ് കിട്ടുന്നത്. എങ്കിലേ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് കെട്ടാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ, ഒരു 1/4 ഭാഗം നമ്മൾ കെട്ടാതെ ഇപ്പം വിടുകയാണ്. അടുത്ത ഒരു പോർഷൻ കൂടെ വളരെ കറക്റ്റായ രീതിയിൽ ഒന്ന് കെട്ടി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷനെ കെട്ടി ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ടാഗ് ഇട്ട് കെട്ടിയാൽ മതിയാവും. ബാക്കി നമുക്ക് വൈൻഡിങ് വയറിന് കെട്ടി ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ അടുത്ത പീസ് കൂടി ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇതുവരെ കെട്ടി കഴിഞ്ഞിട്ട് ഇപ്പം ഇതിൻ്റെ ഈ അടിയിലുള്ള ഒരു പീസ് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് കൊണ്ടുവച്ചു. ബാക്കി ഒരു പീസ് മുകളിലോട്ടുണ്ട്. ആ പീസിനെ മാക്സിമം വലിച്ച് ഇതിലോട്ട് ചേർത്ത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ടാഗ് ചെയ്യുന്നത്. എങ്കിലേ ഇപ്പോൾ കേജിൻ്റെ എല്ലാ പോർഷനും ഒന്ന് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. ഇതിനൊരു നല്ല ഷേപ്പും വരും.
അപ്പോൾ ഈ സൈഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കാണാൻ പറ്റും. ഇത് നല്ല ഒരു ഫിനിഷിംഗ് ആയി. അപ്പോൾ ഇതിനെ നമുക്കിനി ഇപ്പുറത്തെ ഒരു കെട്ടും കൂടെ വന്നാൽ ഒരു കറക്റ്റ് ഒരു ഷേപ്പിലോട്ട് വരും. ഈ ഒരു കുറച്ച് ലൂസായിട്ട് നിൽക്കുന്നതെല്ലാം സെൻറ്ററിലൊക്കെ ലോക്ക് ആകുമ്പോഴത്തേക്കും വളരെ കറക്റ്റ് ആവും. അപ്പോൾ ഈ സൈഡിലൂടെ കെട്ടിയിട്ട് ഇതിനെ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നും കൂടെ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ കെട്ടി വെച്ചതിൻ്റെ പഴയ ആ ഒരു സൈഡ് കെട്ടിയതുപോലെ ഇവിടെ നമ്മളൊരു കാൽഭാഗം വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസ് നമുക്ക് ആദ്യം കെട്ടി സെറ്റ് ചെയ്യാം. അപ്പം ഇതിൻ്റെ അടിയിൽ വരുന്ന ഒരു പീസിനെ മാക്സിമം വലിച്ചു വെച്ചിട്ടാണ് ആദ്യം നമുക്ക് കെട്ടേണ്ടത്. അപ്പം നമുക്ക് നല്ല ഇത്രയും വലിപ്പമുള്ള ഒരു അഡാർ കേജിൻ്റെ ഫ്രെയിം സെറ്റായി കഴിഞ്ഞു. ഇപ്പം നമുക്ക് നോക്കേണ്ട ഇത്രയും വലിപ്പമായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഡോർ സെറ്റ് ചെയ്യണം. ഇവിടെയെല്ലാം ഈ പീസെല്ലാം നമുക്ക് വൈൻഡിങ് വയറിന് നല്ലതായിട്ടൊന്ന് ലോക്ക് ചെയ്യണം. പിന്നെ അടുത്ത് ഈ ഒരു പീസ് നമുക്ക് അടയ്ക്കണം. ഈ ഒരു പീസും കൂടെ നമുക്ക് അടയ്ക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഈ കേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവും. ഇതെല്ലാം ഈ ഗ്രില്ലെല്ലാം നല്ല ടൈപ്പ് ഗ്രില്ലാണ്, നല്ല ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കട്ടിയുള്ള വല നമ്മൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലൈഫ് ചെയ്യണ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ വൈൻഡിങ് വയറോടെ ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിളികളൊന്നും ഇതിൻ്റെ സൈഡൊന്നും കടിച്ച് പൊട്ടിക്കില്ല. അപ്പോൾ കേജിന് നമുക്ക് നല്ലൊരു ഡോർ ഇടണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ നമുക്ക് ഡോർ ഇടാം. അതിൽ 2 പീസ് ഒന്ന് കവറായ ഭാഗം മുകളിലാക്കിയിട്ട് ബാക്കിയുള്ള പക്ഷേ അടിയിൽ വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. കാര്യം വേസ്റ്റൊക്കെ വന്നാലും കറക്റ്റായിട്ടൊരു അരിപ്പ് പോലെ ഇതിൽ കൂടി താഴെ പോകും. വളരെ ഭംഗിയായിരിക്കും. ഈ പീസെല്ലാം കാണാനും വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഡോർ ഇടാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കേസ്, കട്ട് ചെയ്ത പീസ് ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു പീസ് ഉള്ളിലോട്ട് നിൽക്കുന്ന രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കട്ട് ചെയ്ത് എടുത്ത പീസ് ഷാർപ്പായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് എന്തിനിങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു പീസ് നമുക്ക് ഉള്ളിലോട്ട് മടക്കി വെക്കണം. അല്ലെങ്കിൽ ഇതേപോലെ ഷാർപ്പായിട്ടിരുന്നാൽ നമ്മൾ തീറ്റ വയ്ക്കാൻ വേണ്ടി കൈ ഉള്ളിലോട്ട് കയറ്റുമ്പോൾ ഇവിടെ എല്ലാം മുറിയും. അപ്പോൾ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെല്ലാം നമ്മൾ കുറച്ച് നീളത്തിൽ വിട്ടിരുന്നാൽ ഇതിനെല്ലാം നമുക്ക് മടക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മടക്കി ഒന്ന് നല്ല ഭംഗിയാക്കി എടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഡോർ സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇതിൽ വരുന്ന ഒരു പീസ്, അതായത് പുറത്തുനിന്ന് വരുന്ന കമ്പികൾ അകത്തുനിന്നുള്ള ലെയറിലുള്ളത് മുകളിലോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഈ വെൽഡിങ് വിട്ടുപോകാതിരിക്കുകയുള്ളൂ. കുറച്ച് ഈ ഒരു പോർഷനിൽ കുറച്ച് കൂടുതൽ സ്ട്രോങ് ആയിട്ടിരിക്കും. ഇനി നമുക്കിതുപോലെ ഒരു നോസ് പ്ലെയർ വെച്ചിട്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും വർക്ക് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ട കൈയെല്ലാം കയറ്റിയാലും ഒരു പ്രശ്നമില്ല. വളരെ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ ഇതുപോലുള്ള ഒരു ഷാർപ്പായിട്ടുള്ള പീസൊന്നുമില്ല. അത് വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് കൈ എടുക്കാനും വയ്ക്കാനൊക്കെ പറ്റും. തീറ്റ വെച്ചാലും പെട്ടെന്ന് കൈ വലിച്ചെടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ സൈഡിലൊന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഡോർ കൂടെ ഇതിലോട്ട് പിടിപ്പിക്കാം. ഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ അളവിൽ നിന്നും ഓരോ കണ്ണി കുറച്ച് കൂടുതലുള്ള ഒരു വലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പം കുറച്ച് വലിയ വലയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു പീസ് നമ്മൾ ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. കുറച്ച് ഈ ഒരു പീസ് മുകളിലോട്ട് തള്ളി നിൽക്കും. ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് മടക്കി, ഇതുപോലെ ഇതിൻ്റെയും പുറം മടക്കമുണ്ട്. മടക്കാൻ 2 കാര്യങ്ങൾ. ഒന്ന്,
ഈ ഫ്രെയിം നല്ല സ്ട്രോങ് ആകും. രണ്ടാമത് ഇതിൻ്റെ അരികിലൊന്നും തട്ടിയിട്ട് കൈ മുറിയുകയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്ത് അരികൊക്കെ ആദ്യം ഒന്ന് മടക്കിയെടുക്കാം. ഇതിൻ്റെ 3 സൈഡ് മാത്രം മടക്കിയാൽ മതി. 1 സൈഡ് നമുക്കിവിടെ ലോക്ക് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് ചെറിയ രീതിയിലൊന്ന് ബെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഈ പീസെല്ലാം നമ്മൾ അകത്തോട്ടും പുറത്തുള്ള ലെയർ അകത്തുള്ള ലെയർ പുറത്തോട്ടും മടക്കി 3 സൈഡ് മാത്രം നമുക്ക് മടക്കിയെടുത്താൽ മതി. അപ്പോൾ മടക്കിയ പീസ് നമുക്ക് നോസ് പ്ലെയർ വെച്ച് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് നമുക്ക് ലോക്ക് ചെയ്യാം. ഈ വശം നമ്മൾ ഈ ഒരു പീസ് വരുമ്പോഴത്തേക്കും ഈ ഒരു കോർണറിൽ വരുന്ന 2 പീസ് കൂടെ നമ്മൾ മടക്കി. ഈ കോർണറിൽ വരുന്ന 2 പീസ് മടക്കിയതിന് ശേഷം പിന്നെ 1 വിട്ടുള്ള പീസുകളാണ് പിന്നെ നമ്മൾ മടക്കുന്നത്. അപ്പോൾ 1 വിട്ടുള്ള പീസ് നമുക്കിവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. ഇപ്പം ഈ രീതിയിൽ കുറച്ച് പിന്നെ ബാക്കിയും ഈ ഒരു രീതിയിലുള്ള ഡോറ് കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഒരു ബെൻഡ് ചെയ്യാം. ഈ ഡോറിനെ നമ്മൾ പുറത്തോട്ട് മറച്ചു വെച്ചിട്ടാണ് ഇത് നമുക്ക് ലോക്ക് ചെയ്യണത്. നമ്മളെ ഡോറിന്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ കുടുക്കും കൂടെ അതിൽ പിടിപ്പിക്കണം. അപ്പൊ നമുക്ക് ആ കുടുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം ഒരു ചെറിയ കമ്പി എടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഈ തെങ്ങും ഒക്കെ വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കമ്പി എടുക്കുക. തെങ്ങ് റബ്ബറൊക്കെ വലിച്ചു കെട്ടാൻ വേണ്ടി എടുക്കണം. ആ ഒരു കമ്പിയിൽ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു കുടുക്ക് സെറ്റ് ചെയ്യാം. അതിന് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള ഒരു ചെറിയൊരു കമ്പി എടുത്തിട്ട് അതിൽ വെച്ച് ഇത് ആദ്യം ഒരു ചെറിയ റിങ് ഉണ്ടാക്കണം. ഈ ടൈപ്പ് റിങ്. അപ്പോൾ ഈ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൊളുത്തൊക്കെ ഒന്ന് ഊരിയെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ലേശം ഒന്ന് പൊക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പി പോലെ ഒരു സംഭവമായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മളെ ഈ കേജിൻ്റെ ഇവിടെ ഇതിന് എത്രയാണ് ആവശ്യം അത് കണക്കാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അളവെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കും. ഈ ഒരു ടൈപ്പ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടി ചെറിയൊരു കുടുക്കും കൂടി ഉണ്ടാക്കണം. ഈ ഒരു പീസ് നമ്മൾ കേജിലാണ് പിടിപ്പിക്കുന്നത്. ഈ ഒരു പീസ് നമ്മൾ ഡോറിൽ പിടിപ്പിക്കും. ഈ ഒരു പീസ് ഡോറിൽ പിടിപ്പിച്ചിട്ട് ഇവിടെ നമുക്ക് ഇതിനകത്തോട്ട് ലോക്ക് ചെയ്യാൻ പറ്റും. എളുപ്പം ഇതിനകത്ത് തന്നെ ഇങ്ങനെ ലോക്കായിട്ട് നിൽക്കും. ഇപ്പോൾ ഇതിലൊരു റൗണ്ടായിട്ട് ഒരു പീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഊരിയെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതിനെ കേജിൽ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നും കൂടെ നോക്കാം.
അപ്പോൾ നമ്മളെ കേജിൻ്റെ ഫ്രെയിം വർക്ക് കഴിഞ്ഞു, ഡോറിൻ്റെ പണി കഴിഞ്ഞു, ഡോറിൽ നമ്മൾ ലോക്കും ഫിറ്റ് ചെയ്തു. അപ്പോൾ ഇനി ഈ ഒരു പീസ് നമുക്ക് അടയ്ക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള GIയുടെ ഒരു ഷീറ്റുണ്ട്, റൂഫിംഗ് ഷീറ്റ്, GI ഷീറ്റ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റൗണ്ടായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. നമ്മൾ റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് ഒരു ടിൻ കട്ടർ വെച്ച് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിതിന് വേണ്ടിയിട്ടുള്ള റൗണ്ട് റെഡി ആയിട്ടുണ്ട്. ഈ റൗണ്ടിൽ ഇനി 3 ഹോൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ബോൾട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തൂടെ നമ്മൾ കയറ്റി ഇതിൻ്റെ അകത്തൂടെ വെച്ച് നമ്മൾ ബോൾട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു വശം നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ റൂഫിംഗ് ഷീറ്റിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഹോൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രില്ലിലോട്ട് നമുക്ക് പിടിപ്പിക്കാം. നമ്മളെ കേജിൻ്റെ 95% വർക്കും കഴിഞ്ഞു. ഫുൾ ഫ്രെയിം എല്ലാം സെറ്റായി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത വൈൻഡിങ് വയർ വെച്ചിട്ട് ഇതിനെ ഫുള്ളൊന്ന് കെട്ടിയെടുക്കണം. ബാക്കി എക്സസ് നിൽക്കുന്നത്, അതായത് ഈ പ്ലാസ്റ്റിക് ടൈയുടെ എക്സസ് ആയിട്ടുള്ള ഈ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇതിപ്പം പിന്നെ പക്ഷികൾ ഇതിനെ കടിച്ച് പൊട്ടിച്ചാലും നമ്മൾ ഈ വൈൻഡിങ് വയർ കെട്ടിയിട്ടുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് അത് അവിടെ ഇരുന്നത്. ഇനി നമുക്ക് അതുകൂടി എങ്ങനെയാണ് കെട്ടണേന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പ്ലാസ്റ്റിക് ടൈ കുറച്ച് എക്സസ് വരുന്ന പീസുണ്ട്. ഒന്നുകിൽ പ്ലാസ്റ്റിക് ടൈ മൊത്തത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല, എക്സസ് വരുന്ന ഈ പീസിനെ കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനിയിപ്പോൾ ഈ പ്ലാസ്റ്റിക് ടൈ ഇല്ലെന്ന് വെച്ചാലും കുഴപ്പമില്ല, കാര്യം ഇത് ഫുള്ളും നമ്മൾ 1 ഇഞ്ച് ഗ്യാപ്പിന് നമ്മൾ ഫുള്ള് വൈൻഡ് ചെയ്തേക്കാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇനിയിപ്പം അതേസമയം നമ്മൾ ഗ്രേ പാരറ്റിനെ പോലെ ഇതിനകത്ത് ഇട്ടാൽ പോലും കട്ട് ചെയ്ത് കേജിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഫുൾ സൈഡ് നല്ല പാക്ക് ആയിട്ടുണ്ട്, ഡോറും നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ നമുക്ക് വൈൻഡ് ചെയ്തെടുക്കണം. വൈൻഡ് ചെയ്ത് ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ആദ്യം വൈൻഡ് ചെയ്യാം, വൈൻഡ് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ കേജിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. കേജിൻ്റെ ഫുള്ളും വൈൻഡ് ചെയ്യേണ്ട പോർഷൻ നമ്മൾ വൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഡോർ ഇട്ടിട്ടുണ്ട്, ലോക്ക് പിടിപ്പിച്ചു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പക്ഷിയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്
ഇതിൽ കമ്പ് വയ്ക്കണം, പിന്നെ അതിന് മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം, പിന്നെ ഇതിനകത്ത് കിളികളെ ഇടണം. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത കൂട് സെറ്റ് ചെയ്യാൻ പോകണം. അടുത്ത നമ്മൾ ചെറിയ ഒരു കൂട് പറഞ്ഞിട്ടുണ്ട്, ആ കൂട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേജ് ചെയ്യാം. രണ്ടാമത്തെ ചെറിയ കേജ്. ചെറിയ കേജ് ചെയ്യുമ്പോൾ വലിയ കേജ് ചെയ്യണമെന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. വലിയ കേജിൽ ഈ പീസ് പിടിപ്പിച്ചതിന് ശേഷം, അതായത് ഈ ഹോളുള്ള പീസ് പിടിപ്പിച്ചതിന് ശേഷം, രണ്ട് വശത്തെയും രണ്ട് സൈഡ് ഈ ഹോളുള്ള പീസും ഈ പീസും പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഹോളിനെ നമ്മൾ ഷീറ്റ് വെച്ച് അടച്ചത്. അപ്പോൾ ഇതൊരു ചെറിയ കേജ് ആയതുകൊണ്ട് ഇതിൻ്റെ ഡോറും കുറച്ച് ചെറുതായിട്ടാണ് ചെയ്യുന്നത്. ഫിഞ്ചസ്, ലവ് ബേർഡ്സ് ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഡോർ ചെയ്യണത്. വലിയ ഡോർ വെച്ച് കഴിഞ്ഞാൽ ഡോറിൽ കൂടി തന്നെ ബേർഡ്സ് പാറിപ്പോകും. അങ്ങനെ പാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഡോറാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ അതിനകത്തോട്ട് കൈ കടത്തി നമുക്ക് ഈ ഭാഗം സെറ്റ് ചെയ്യാൻ വലിയ പാടായിരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഷീറ്റ് കട്ട് ചെയ്ത് ഇത് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇത് സെറ്റ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ചെറിയ നെൽട്ടും ബോൾട്ടും വെച്ച് ഇതിനകത്ത് നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. ബോൾട്ട് ഇട്ട് ഈ പീസ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ രണ്ട് പീസിനും നേരത്തെ നമ്മൾ വലിയ കേജ് ഉണ്ടാക്കിയതുപോലെ അതിൻ്റെ പുറത്തോട്ട് മെഷ് വെച്ചിട്ട് പ്ലാസ്റ്റിക് ടൈ ഉപയോഗിച്ച് ആദ്യം ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കും. അതിനുശേഷമാണ് വൈൻഡിങ് വെയറിന് നമ്മൾ ഫുള്ള് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി പ്ലാസ്റ്റിക് ടൈ വെച്ച് അതിനൊന്ന് ഫ്രെയിം ചെയ്തെടുക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഈ പീസ് അടിയിലാക്കി വെച്ചിട്ട് കെട്ടാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ഒരു രീതിയിൽ ഈ സൈഡ് ഒന്ന് കെട്ടിയെടുത്ത് ഇനി നമുക്ക് ഈ സൈഡിലൂടെ കെട്ടിയിട്ട് ഒന്ന് ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. ഇതിലെ അടിയിലെ പീസ് ഈ ഒരു പീസ് അടിയിലോട്ട് കെട്ടി ഫുൾ ടൈറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു പീസ് പുറത്തോട്ട് വലിച്ചു വെച്ചിട്ട് കെട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ആ ഒരു ഷേപ്പിൽ നിൽക്കില്ല, ഒരു സൈഡ് വളഞ്ഞേ നിൽക്കുള്ളൂ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടൈപ്പിൽ കെട്ടി സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ്റെ പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഈ പ്ലാസ്റ്റിക് ടൈയുടെ പീസുകളൊന്ന് കട്ട് ചെയ്ത് കളയണം. അത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഡോറ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ സൈഡുകൾ വൈൻഡിങ് വയറിന് കെട്ടി ചെയ്ത് ഫിറ്റ് ചെയ്യും. വലിയ കൂട് ഉണ്ടാക്കിയതുപോലെ രണ്ട് പീസ് ലോക്കാവുന്ന സ്ഥലം നമ്മൾ പുറത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ കണക്കാക്കിയാണ് നമ്മൾ ഡോറിന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കട്ട് ചെയ്തതുപോലെ തന്നെ കുറച്ച് പീസുകൾ, അതായത് ഈ കട്ട് ചെയ്തതിൻ്റെ പീസുകൾ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ആ പീസ് പുറത്തുനിന്ന് പറഞ്ഞത് അടിയിലോട്ട്, അടിയെന്ന് പറഞ്ഞാൽ മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ മടക്കിയെടുക്കും. അപ്പോൾ കൈയെല്ലാം കയറ്റുമ്പോഴും കൈയുടെ അതിൻ്റെ വക്ക് കൊണ്ടൊന്നും കൈ മുറിയില്ല. ആ രീതിയിലാണ് നമ്മളിതിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ കാണിച്ചത്.
നമ്മളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി. നമ്മൾ ഈ രീതിയിലാണ് ഇതിനെവിടെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുള്ളത്, കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലാണ് ഈ അടിയിൽ നിന്ന് വരുന്ന പീസിനെ പുറത്തുനിന്ന് വരുന്ന പീസിനെ അടിയിലോട്ട് നമ്മൾ മടക്കണത്. എങ്കിൽ മാത്രമേ നമ്മൾ കൈയെല്ലാം ഉള്ളിലോട്ട് കയറ്റുമ്പോൾ കട്ടാവാതിരിക്കുള്ളൂ. അല്ലാതെ ഈ പോർഷൻ ഇങ്ങനെ ചേർത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാലും ചെറിയ ചെറിയ പീസുകൾ പുറത്തോട്ട് തള്ളി നിൽക്കും. ആ പീസിലോട്ട് നമ്മളെ കൈ കുത്തും. അത് കുത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് പ്ലെയറിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ നമുക്ക് മടക്കി വയ്ക്കാൻ പറ്റും. അത്യാവശ്യം കട്ടിയുണ്ട്, കുറച്ച് പ്രഷർ കൊടുത്താൽ മതിയാവും. എന്നാലും വലിയ ഗേജിൻ്റെ മെഷീൻ്റെ അത്ര ഒരു കട്ടിയെന്ന് പറയാൻ വേണ്ടിയില്ല, കാര്യം അത് 12 ഗേജ് മെഷീനാണ്. നമുക്ക് ഫിഞ്ചസ്, ലവ് ബേർഡ്സിനെല്ലാം ഈ ടൈപ്പ് മെഷീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ വർക്ക് നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി വെച്ചിട്ട് ഇതിലോട്ട് ഇനി നമുക്ക് ഡോർ പിടിപ്പിക്കാം. ഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഇത് 3 അടി നീളമുള്ള വലയാണ്. അപ്പോൾ 3 അടി നീളമുള്ള വലയിൽ നിന്നാണ് നമ്മൾ 2 അടി പോയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞത്. അതിൽ നമ്മളൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പീസ് ഇതിൻ്റെ അളവിലൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കും. അപ്പോൾ ഇതിൻ്റെ കോർണറുകളും പഴയ രീതിയിൽ തന്നെ നമ്മളൊന്ന് മടക്കി എടുക്കണം. ഇതിൻ്റെ കോർണർ മടക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആവും. എങ്കിലും 12 ഗേജ് മറ്റേ വലിയ ഗേജിൽ നമ്മൾ ചെയ്തതിൻ്റെ അത്ര ഒരു സ്ട്രോങ് കിട്ടില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വശത്ത് നമ്മൾ ഈ വൈൻഡിങ് വെയറിൻ്റെ ഒരു പീസ് കൂടെ നമ്മൾ ചേർത്തിട്ടാണ് ഇത് ലോക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട്. മൂന്ന് വശവും നമ്മൾ ഈ കമ്പി ചേർത്ത് വളച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പോർഷൻ വരുമ്പോഴത്തേക്കും എല്ലാ കമ്പികളും നമുക്ക് ഇതിൽ നിന്ന് മടക്കേണ്ട ആവശ്യമില്ല. ഒന്നടവിട്ടാണ് നമ്മൾ ഇതിൽ മടക്കുന്നത്. ഈ ഒന്നടവിട്ട് പറഞ്ഞ കമ്പി നമുക്ക് ഈ ഡോറിനെ ഇതിലോട്ട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയാണ് 1.5 വിട്ട് നമ്മൾ ഇതിനെ നിർത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മളെ ഡോറിൻ്റെ സൈഡ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വശത്തിൽ നമ്മൾ കട്ടി കൂട്ടാൻ വേണ്ടിയിട്ട് വൈൻഡിങ് വെയറിൻ്റെ തന്നെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വൺ സൈഡിൽ നമ്മൾ കുറച്ച് പിന്നുകൾ ബാക്കി വിട്ടിട്ടുണ്ട്. ഈ പിന്ന് നമ്മൾ അതിൽ ലോക്ക് ചെയ്യും. ഒപ്പം കുറച്ച് വൈൻഡിങ് വെയറിന് ആ ഒരു പീസ് കൂടെ ലോക്ക് ചെയ്തിട്ടാണ് ഈ ഡോർ നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൽ വേറൊരു ചെറിയൊരു കുടുക്കും കൂടി ഇതിലോട്ട് നമ്മൾ പിടിപ്പിക്കും. വലിയ കേജിൽ നമ്മൾ പിടിപ്പിച്ചതുപോലെ ചെറിയൊരു കുടുക്ക് ഇതിലും പിടിപ്പിക്കും. എടുക്കാനും നമുക്ക് തുറക്കാനും അടയ്ക്കാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. ബേർഡ്സൊക്കെ തീറ്റയൊക്കെ വയ്ക്കാനും പുറത്തൊരു ചെറിയ ലോക്ക് വെച്ച് നമുക്ക് തന്നെ പൂട്ടിയിടാനും പറ്റും. വലിയ കേജിൽ ഡോറ് ഒരു വശത്തുനിന്ന് ഒരു വശത്തോട്ട് അടയണ രീതിയിലും തുറക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ചെറിയ കേജിൽ പുറത്തുനിന്ന് താഴോട്ട്. അപ്പം ഇതിൻ്റെ ഒരു എളുപ്പം, ചെറിയ പക്ഷിയൊക്കെ തീറ്റ വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഡോറ് ലോക്ക് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വിട്ടാൽ തന്നെ ഇത് അടഞ്ഞിരിക്കും. നമുക്ക് തീറ്റ എടുത്തു വന്നിട്ട് ഇവിടെ താഴെ കുടുക്കിട്ടാൽ മതി. ആ ഒരു രീതിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് കൂടി നോക്കാം. അപ്പോൾ ഡോറിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ലോക്കിംഗ് എല്ലാം കഴിഞ്ഞു.
ഇനി ഇവിടെ നമ്മൾ മൊത്തത്തിൽ വൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും വൈൻഡിങ് വയറിന് കെട്ടണ സമയത്ത് ഇവിടെ കൂടെ കെട്ടിയാൽ മതി. ഇതിൽ നമുക്കിനി ഒരു ലോക്ക് കൂടെ പിടിപ്പിക്കാം. ലോക്ക് കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയി. നല്ല സ്ട്രോങ് ആണ്. സൈഡിൽ നമ്മൾ ഈ വൈൻഡിങ് വയർ പിടിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട്. ഇവിടെ ഒരു കുടുക്കൂടെ പിടിപ്പിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ കേജിൻ്റെ ബാക്കിയുള്ള പണികൾ കഴിഞ്ഞു. ഇവിടെ നമുക്കൊരു ഡോറും കൂടെ, ഈ ഡോറിൽ ഒരു ലോക്കും കൂടെ ഫിറ്റ് ചെയ്താണ്. അപ്പോൾ ആ ഒരു ലോക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത്, നമ്മളൊരു കമ്പി എടുത്തിട്ടുണ്ട്. കമ്പി എടുത്ത് ചെറിയൊരു വളവ് വളച്ച് ഒരു കമ്പി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഇതിലോട്ട് ആദ്യം പിടിപ്പിക്കും. ഇതിലോട്ടാണ് ആ കൊളുത്ത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോറിൻ്റെ പണി കഴിഞ്ഞു. അടുത്ത ലോക്കിൻ്റെ പണിയും കഴിഞ്ഞു. ലോക്ക് നമ്മൾ വേറൊരു മോഡലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്കൊരു ചെറിയ പൂട്ട്, ഇത് നമ്മളൊരു ചെറിയ കമ്പിയാണ് തൽക്കാലത്തേക്ക് നമ്മൾ ഇടുന്നത്. ഇതിന് പകരം നിങ്ങൾക്കൊരു പൂട്ടിട്ട് പൂട്ട് ചെയ്യുക. പൂച്ചയൊന്നും കയറാത്ത രീതിയിൽ ഇത് ലോക്കായിട്ട് കിടക്കും. ചെറിയൊരു പൂട്ടിട്ട് നമുക്ക് പൂട്ട് ചെയ്യണം. ആ പൂട്ടിന് പകരം തൽക്കാലത്തേക്ക് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒരു ലോക്ക് ഇട്ടതാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫുള്ളും വൈൻഡിങ് വയറിന് ഫിറ്റ് ചെയ്തെടുക്കണം. ഫിറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പക്ഷികളെ കൂടെ ഇട്ടാൽ ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കും. വലിയ കേജിൻ്റെയും ചെറിയ കേജിൻ്റെയും വർക്ക് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കേജിലും വലിയ കേജിലും പോട്ടുകൾ ഫിറ്റ് ചെയ്യണം, പക്ഷികളിടണം. ഇത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരും. അതുവരേക്കും